ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ധ്യാസമയം, ഒരു രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയിരുന്ന് നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ആയുസ്സിൽ ദൈവം നമുക്ക് ഒരുക്കിയ മകൾ ഭാഗത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഒരു വർഷം ഹല്ലേലൂയ നമ്മെ വിട്ട് കടന്നു പോകുവാൻ ഏതാനും ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വർഷത്തിന്റെ അവസാന നാളിലേക്ക് നാം എത്തിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലെല്ലാം ആമേൻ വളരെ വിലപ്പെട്ട മണിക്കൂറുകൾ, വിലപ്പെട്ട സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവൈതലെ കർത്താവ് നൽകി തന്നല്ലോ. നൽകിയ സമയം വലിയേറിയ രത്നങ്ങളെക്കാളും വിലപ്പെട്ടതായിരുന്നുവെന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ഹല്ലേലൂയ. സന്ധ്യാസമയത്ത് ആമേൻ ഒരു യൗവനക്കാരൻ കടൽ തീരത്തിൽ കൂടി നടക്കുമ്പോൾ ഒരു ചെറിയ പൊതി അവന്റെ കയ്യിൽ ആമേൻ ലഭിച്ചു. ആമേൻ അവൻ അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് നിറച്ചും കുറെ കല്ലുകളായിരുന്നു. ആമേൻ അവൻ ആ കല്ലുകൾ ഓരോന്നോരോന്നായി കടൽ വെള്ളത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് ആമേൻ രസിക്കുവാൻ തുടങ്ങി, സന്തോഷിക്കുവാൻ ആമേൻ തുടങ്ങി. അവൻ ആ കടൽക്കരയിലൂടെ ആ കയ്യിലിരിക്കുന്ന പൊതിക്കകത്തുള്ള കല്ലുകൾ ഓരോന്നോരോന്നായി എറിഞ്ഞ് കളിച്ചു, എറിഞ്ഞ് രസിച്ചു. ഒടുവിൽ ചില കല്ലുകൾ മാത്രം ശേഷിച്ചു. അത് അവന്റെ പോക്കറ്റിൽ ഇട്ട് അവന്റെ ഭവനത്തിലേക്ക് ചെന്നു. പോക്കറ്റിൽ നിന്നും ആ കല്ലുകൾ എടുത്ത് അതെ വെളിച്ചത്ത് നോക്കിയപ്പോൾ അവൻ ആശ്ചര്യപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് വെറും കല്ലുകളായിരുന്നില്ല. അത് വില കൂടിയ രത്നക്കല്ലുകളായിരുന്നു. ധാരാളം വിലയേറിയ രത്നക്കല്ലുകൾ ആ കടലിലേക്ക്, ആ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞതിന്റെ ദുഃഖം അവന് താങ്ങാവുന്നതിലും അധികമായിരുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞുപോയ ദിനങ്ങൾ എല്ലാം വിലയേറിയ രത്നങ്ങളെക്കാൾ വിലയേറിയവയായി തന്നെയായിരുന്നു എന്ന് എത്ര പേർക്ക് ചിന്തിക്കുവാൻ കഴിയും? കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ വിലയേറിയ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തിയോ? ചില രത്നക്കല്ലുകൾ മാത്രം ശേഷിച്ച ആ യൗവനക്കാരനെ പോലെ നമുക്ക് ചുരുക്കം ചില വർഷങ്ങളോ മാസങ്ങളോ ദിവസങ്ങളോ മാത്രം ശേഷിക്കുന്നുണ്ടാകാം. അതെ, ഈ മായയായ സമുദ്രത്തിൽ എറിഞ്ഞു കളയുവാൻ അതെ നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ട സമയങ്ങൾ, ദൈവം നൽകിയ വിലപ്പെട്ട മൂല്യങ്ങൾ, ദൈവം നൽകിയ അഭിഷേകം, ദൈവം നൽകിയ താലന്തുകൾ നഷ്ടമാക്കാതെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അതെ പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ച അനവധി ദൈവ കൃപകൾ, ദൈവിക അഭിഷേകം, ദൈവിക കൃപാവരങ്ങൾ. ഹല്ലേലൂയ. മായയായ സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞ് സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ ഈ ലോകത്ത് അനേകര് നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയ ശ്രോതാവേ, മാതാവേ, പിതാവേ, അഭിഷേകത്തിനെ, കുഞ്ഞേ, ഈ വർഷം അവസാനിക്കുവാൻ ചില മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ശേഷിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഈ സമയം നമുക്ക് ദൈവകരങ്ങളിൽ വിധേയപ്പെടുത്താം. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കാം. നിങ്ങളുടെ വിലയേറിയ സമയത്ത് പാഴാക്കിയതോർത്ത് അതെ ഒന്ന് അനുദപിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്ക് ഒരു വർഷം കൂടി അല്ലെങ്കിൽ അതിനേറെ ഒരു അമിഷം മാത്രം ഇനി തന്ന ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസ്തയോടെ ഉത്സാഹത്തോടെ അതിന്റെ ഓരോ നിമിഷവും ദൈവനാമമഹത്വത്തിനായി ചെലവിടുമെന്ന് ഒരു സമർപ്പണത്തോടെ, തീരുമാനത്തോടെ ഇന്ന് രാത്രി നമുക്കായിരിക്കാം. ദൈവം ചെയ്ത എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട് കുടുംബമായി ദൈവത്തെ പാടി സ്തുതിപ്പാൻ, ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കൂടെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, 2020 പ്രാരംഭ നിമിഷം മുതൽ ഈ അവസാന ദിവസത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ കുടുംബമായി അതെ ഞങ്ങളെ ക്ഷേമത്തോടെ പരിപാലിച്ച സൂക്ഷിച്ച എല്ലാ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായി ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് തിരുവചനത്തിൽ അത് യോശുവ
ആമേൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി കുടുംബമായി ദൈവം ചെയ്ത ഉപകാരങ്ങൾ കൊത്തവണ്ണം നന്ദിയുള്ളവരായി സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവേ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആമേൻ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആമേൻ, വിദേശ രാജ്യങ്ങളിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുകയാ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ സഹോദര വർഗങ്ങൾ എല്ലാവരും ആയിരിക്കുന്നിടത്ത് അങ്ങ് സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സമപ്രായക്കാർ പലരും ആമേൻ അതെ പ്രിയം വെച്ച കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടപ്പോൾ പ്രത്യാശയോടെ അവർ പ്രത്യാശ വെച്ച സ്വർഗ സന്നിധിയിൽ ചേർക്കപ്പെട്ടപ്പോൾ കർത്താവേ, ഞങ്ങളെ അവിടുവിടങ്ങളായി കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴ് മറയ്ക്കുന്നത് പോലെ, കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ കാല് കല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും അവിടുന്ന് സൂക്ഷിച്ച വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് സ്തുതിപ്പാക്കവണ്ണം അങ്ങ് ഒരുക്കിയ പല ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എല്ലാവരും ആയിരിക്കുന്നിടത്ത് അങ്ങ് സൂക്ഷിച്ചാട്ട് നാളിതുവരെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആരെങ്കിലും രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രിയിലും രുചിച്ചറിയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കണമേ. അതിനോടൊന്നും പരിശുദ്ധാത്മാവൻ ദൈവം കൂടിയിരിക്കണം. ആരെങ്കിലും രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഈ വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി സ്വർഗം മാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കട്ടെ. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച ഉന്നയിച്ച കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. നമുക്ക് ചേർന്ന് ഒരു പാട്ട് പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിത്യനും ദയയാ, ദയയാ, നിത്യദയയാ. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത കൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കായിരം നന്ദി. ആമേൻ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കായിരം നന്ദി. ഒരു താഴ്വര
എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത നന്മകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ആമേൻ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്നെയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്നെയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിത്യനാ ദയയാ, ദയയാ, ദയയാ. നന്ദി യേശുവേ. സർവ്വമാരിയാക്കുക. ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ അതിശയകരമായി നടത്തിയ എല്ലാ വിധങ്ങളും ഓർത്തുകൊണ്ട് നന്ദിയോട് ചേർന്ന് പാടി ദീർഘമാക്കി, നമ്മുടെ ആയുസ്സിനെ ദീർഘമാക്കി, ബലം നൽകിയ നമ്മുടെ കർത്താവിന് കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ട് എത്രയോ ഭാര്യമാർ, അത് എത്രയോ ഭർത്താക്കന്മാർ, ആമേൻ, എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ മാതാപിതാക്കൾ ആമേൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് നിമിത്തം ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ അനേകര് കഴിയുമ്പോൾ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കർത്താവ് തൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കൾ ആമേൻ അത് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് 2020 തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ കഷ്ടതയും കണ്ണുനീരും നെടുവീർപ്പും ആമേൻ എല്ലാം നിറഞ്ഞതായ ആമേൻ ദിനരാത്രങ്ങളായിരുന്നു. ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും ആമേൻ ജീവിതത്തിൽ നഷ്ടത്തിന്റെയും വേദനയുടെയും നെടുവീർപ്പിന്റെയും ഒക്കെ ആയിരുന്നു. ആമേൻ ഇനി 2021 എപ്രകാരമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടതെന്ന് നമുക്ക് ആർക്കും
ആർക്കും അറിയത്തില്ല. എന്നാൽ ആമേൻ ലോകത്തിൽ ആമേൻ അനിഷ്ട സംഭവങ്ങൾ നിറവേറുമ്പോൾ, അതേ നടകൊള്ളുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലമാകുന്നതായെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതേ വിശ്വാസത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ആഴമേറിയ സമർപ്പണത്തോടെ ആയിരിക്കുന്നവർ കണ്ണുകളടച്ചാട്ട് ഇന്ന് രാത്രി ഈ ലൈവിൽ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ആമേൻ അതെ ഇപ്പോൾ കർത്താവിന്റെ ദാസി ഷീജ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആമേൻ പ്രിയ നാഹൻ ആമേൻ അതെ ആന്റി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ ബിജു ഐസക്കിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ അതെ ബിജു പി ആർ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ജയേഷ് മൂന്നാർ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ആമേൻ സുബി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഷാൻവിൻ ജോർജ് ആമേൻ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ മാത്യു ആമേൻ ബ്രദറിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ രാജേന്ദ്രൻ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ സുരേഷ് ആമേൻ അതെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന പ്രിയ ലൈലാമേന്റെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ അലക്സ് കുഞ്ചുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറിയാമ്മ ജോർജിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ജോഷുവ അച്ചുവിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയ തോമസ് അങ്കിളിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യുകയും ഈ 2020 കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും വേദനകളുടെയും നിരാശകളുടെയും ആകുലതകളുടെയും ആമേൻ ദിനരാത്രങ്ങളായിരുന്നുവെങ്കിൽ ആമേൻ അതെ അതെ ഈ 2021 പ്രത്യാശയുടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആമേൻ ദിനരാത്രങ്ങളായി മാറുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനാൽ എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസി ഷീജ ശബ്ദമുയർത്തി പ്രാർത്ഥന. നല്ല കർത്താവേ അനുഗ്രഹമായ നല്ല രാത്രിക്കായി നമ്മയോട് സ്തുതിക്കും സ്തോത്രം സമയപ്പാകത്തിലേക്ക് അടുത്തു വരികയാണ്. സ്വർഗമംഗള സിംഹാസനവും ഭൂമി അവിടെ പാതപടയാലാകയാൽ അങ്ങടെ പാതപെടുത്തുന്ന അപ്പാ പിതാവെ വിളിക്കുക. ആ പൊന്മുഖത്തേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നോക്കും. കർത്താവ് ആയുസോടെ ആരോഗ്യത്തോടെ ബലത്തോടെ ആയിരിക്കും നമ്മയോട് സ്തുതിക്കും അവസാനം കാണാൻ ലോകത്ത് മാറ്റപ്പെട്ടപ്പോ രോഗികളായ സമാധാനമില്ലാതെയായിരുന്നപ്പോൾ അനേക കുടുംബജീവിതങ്ങൾ തകർന്നപ്പോൾ അനേക മാതാപിതാക്കൾ നഷ്ടപ്പെട്ടപ്പോ അനേക കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടപ്പോ കർത്താവ് അനേക ഭാര്യ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടപ്പോ അവിടെ നിന്നെല്ലാം കർത്താവ് വെച്ച് നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. ആണ്ടിന്റെ ആരംഭത്തേക്കാൾ അവസാനം നല്ലതെന്ന് പറയുമോ കർത്താവേ സഹായിക്കുമാറാണ് ഏത് പ്രാർത്ഥിക്കുന്നു പോലെ ഞങ്ങളോടുകൂടെ ലൈവിലായി എല്ലാ പ്രിയപ്പെട്ടവർക്ക് കത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാവരും കുടുംബമായി പേരായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ കരുതലും കാവലും സൂക്ഷിപ്പുണ്ടായിരിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു വൽക്കലം. ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത് അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കുക. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുക, സന്തോഷമായി തീരുക. അപ്പൊ അവർ സഹായിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആലോചിച്ചിടത്തോളം കർത്താവെ അങ്ങ് നടത്തിയ എല്ലാ വിധങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ദിവസവും ഓരോ നിമിഷവും കർത്താവ് വിശാലമായി ചിറങ്ങുകയും ഞങ്ങളെ ഇവിടുന്ന് കാത്തുവഴിച്ച് കർത്താവ് എല്ലാവരും ഇവിടുന്ന് കാത്തുവഴിച്ച് നടത്തിയല്ലോ കർത്താവെ. അപ്പൊ ഇത്രത്തോളം കർത്താവ് നടത്തിയ എല്ലാ വിധങ്ങളായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. രാത്രി കാലത്ത് കർത്താവ് ലൈവ് ഏറ്റവും അനുഗ്രഹമായിരിക്കും കർത്താവ് സഹായിക്കുന്നു. സുഷ്മദാസന കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നമ്മുടെ പാതകളിലായിരിക്കുന്ന കർത്താവെ അവസാനത്തെ അനുഭവിക്കുക എല്ലാം ഞങ്ങളെ സഹായിക്കണം. പുതിയ വർഷത്തെ വരവേൽപ്പ് ഓരോരുത്തരെയും സഹായിക്കണം. പുത്തൻ അനുഭവത്തിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പുതിയ അഭിഷേകം പുതിയ കൃപകളെ ആമയും പുത്തൻ അനുഭവത്തിൽ നടത്തുന്ന ഓരോരുത്തരെയും സഹായിക്കുമാറാണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം കൂടി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദൈവസന്നിധിയിലെ ആമേൻ പ്രാർത്ഥനയോടായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ആമേൻ രാത്രി സ്വർഗത്തിലെ വലിയവനായ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നവർ ഒരിക്കൽ കൂടെ ആ കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. 2020 എന്ന് പറയുന്ന വർഷം ആമേൻ വേദനകളുടെയും കണ്ണുനീരിന്റെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നഷ്ടത്തിന്റെയും ഒക്കെ ആയിരുന്നുവെന്ന് പലരും പറയുമ്പോൾ ദൈവമക്കളെ സമാധാനത്തിന്റെ
സന്തോഷത്തിന്റെ ഒരു വർഷമായിരുന്നു ഹല്ലേലൂയ 2020 എന്ന് പറയുവാൻ ദൈവമക്കൾക്ക് കഴിയുമോ? എത്ര വലിയ പ്രതികൂലങ്ങളാണ്, എത്ര വലിയ പ്രതിസന്ധികളാണ് അനേകരുടെ ജീവിതത്തിന് മുമ്പിൽ കണ്ണുനീരും ദുഃഖവും നിരാശയും കൊണ്ടുവന്നത്. എന്നാൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ, ലോകത്തെ ജയിച്ചവനാകുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായി തീർന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ഓരോ ദിവസവും ആമേൻ ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ അത്ഭുതകരമായിരുന്നു. ഹല്ലേലൂയ അവർക്ക് അത് സന്തോഷകരമായിരുന്നു. ഹല്ലേലൂയ എല്ലാവരെയും ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു യൗവനക്കാരൻ കടൽ തീരത്തൂടെ തന്റെ കയ്യിലിരുന്ന ആ പൊതിയിലെ കല്ലുകൾ തനിക്ക് അതെ ലഭിച്ച ആ കല്ലിനെ കുറിച്ച് ആമേൻ തിരിച്ചറിവില്ലാഞ്ഞതുകൊണ്ട്, അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാഞ്ഞതുകൊണ്ട് താൻ ആ സമുദ്രത്തിലേക്ക് എറിഞ്ഞ് കളിച്ചു. ഹല്ലേലൂയ. ആ വിലപ്പെട്ട സമയങ്ങൾ തന്റെ കയ്യിലിരുന്ന കല്ലുകൾ ആമേൻ വലിച്ചെറിഞ്ഞ് ഒടുവിൽ ശേഷിച്ചവുമായി തന്റെ ഭവനത്തിലെത്തി. ആ വെളിച്ചത്ത് അത് ശ്രദ്ധിച്ചപ്പോഴാണ് അത് വിലയുള്ള കല്ലുകളായിരുന്നു. ആമേൻ. അതെ നഷ്ടപ്പെടുത്തിയ ആ സമയത്തെയും ആ വിലപിടിപ്പുള്ള കല്ലുകളെയും ഓർത്ത് ആ യൗവനക്കാരൻ ദുഃഖിച്ചതുപോലെ ഇന്ന് രാത്രി ഇന്നലകളിൽ ദൈവം നൽകിയ ആമേൻ അവസരങ്ങളെ നഷ്ടപ്പെടുത്തിയത് ഓർത്ത്, ദൈവം നൽകിയ അകൃപകള് വീണ്ടും പോലെ ജ്വലിപ്പിക്കുവാൻ കഴിയാതെ, ദൈവം നൽകിയ ആരോഗ്യം, ദൈവം നൽകിയ നന്മ, ദൈവം നൽകിയ മക്കൾ, ദൈവം നൽകിയ ജീവിത പങ്കാളി, പ്രിയപ്പെട്ടവർ, ദൈവം നൽകിയ ധനം, ഇതെല്ലാം അത് വീണ്ടും പോലെ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി വ്യാപാരം ചെയ്യാൻ കഴിയാതെ പിശാച് തകർത്തു എന്ന് മനസ്സിലാക്കി ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെങ്കിൽ അത് നിന്റെ നഷ്ടത്തെ ലാഭമാക്കുവാൻ, ആമേൻ നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ, നിന്റെ വിലാപത്തെ നൃത്തമാക്കുവാൻ ശക്തനായ ഒരു കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ വലിയേറിയ സമയത്തെ പാഴാക്കിയതോർത്ത് ആമേൻ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദൂർത്ത പുത്രനെ പോലെ ആമേൻ അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് സമർപ്പണത്തോടെ അതെ മടങ്ങി വരുന്ന ആമേൻ അതെ മകനെ കാത്തിരിക്കുന്ന ഒരു സ്നേഹനിധിയായ അപ്പനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നിന്റെ പാപം എത്ര കടി ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളിപ്പിടിക്കുവാൻ ശക്തനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചുരുക്കം മണിക്കൂറുകൾ മാത്രമാണ് ഈ 2020 നമുക്ക് ശേഷിക്കുന്നത്. ഇന്നലകളിൽ നഷ്ടമായി പോയ, ഇന്നലകളിൽ കൈവിട്ടുപോയ, ഇന്നലകളിൽ നഷ്ടപ്പെട്ട ആ രക്ഷയുടെ സന്തോഷം, ആ ദൈവകൃപ, ആ ദൈവ സ്നേഹം, ആദ്യ സ്നേഹം ആമേൻ ജീവിതത്തിൽ കൈമോശം വന്നുപോയി എന്ന് തിരിച്ചറിയുന്നു എങ്കിൽ ഇന്ന് രാത്രി ഒന്ന് മടങ്ങി വരുവാൻ, ഒന്ന് യഥാസ്ഥാനപ്പെടുവാൻ തയ്യാറെങ്കിൽ നിശ്ചയമായും ആ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തി മാനിപ്പാൻ ദൈവം ശക്തൻ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവർക്ക് അനുഭവിക്കുവാൻ കഴിയത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവം അതെ ഇന്ന് രാത്രി ശ്രോതാവെ നിന്നോട് ഇടപെടുവാൻ, നിന്നോട് സംസാരിക്കാൻ തക്കവണ്ണം ഇടയായി തീരും. ഏത് ഭവനത്തിലാകട്ടെ, ഏത് രാജ്യത്തിലാകട്ടെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലാകട്ടെ, ഇന്ന് രാത്രി സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ, നിന്നെ ശക്തീകരിപ്പാൻ, നിന്റെ തലമുറയെ, നിന്റെ കൂടപ്പുറപ്പിനെ, നിന്റെ ജീവിത പങ്കാളിയെ അതേ നയിപ്പാൻ ശക്തനായവൻ ഇന്ന് രാത്രി അവന്റെ മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ അതേ നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനവുമായി ഇന്ന് രാത്രി ഈ ലൈവിൽ ആമേൻ നിൽപ്പാൻ എന്നെ ശക്തനാക്കിയ സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വേദഭാഗമാണ് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ.
ഇത് ദുഷ്കാലമാകയാ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളി. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളി. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നഷ്ടപ്പെട്ട സമയങ്ങളെ ഓർത്ത്, നഷ്ടപ്പെട്ട പലതും ഓർത്ത് അനേകര് നിരാശപ്പെട്ട് ഒതുങ്ങിക്കഴിയുമ്പോൾ, അനേകര് സ്വയം ജീവിതം വേണ്ട എന്ന് വെച്ച് അവസാനിപ്പിക്കുമ്പോൾ, ചിലര് സ്വന്തമാക്കുവാൻ ജനിപ്പിക്കുവാൻ കാരണമായ മാതാക്കളെ വെട്ടിക്കൊല ചെയ്യുമ്പോൾ, ജീവിത പങ്കാളിയെ തകർക്കുമ്പോൾ, ഇന്ന് രാത്രി നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒതുങ്ങിക്കഴിയുവാൻ പിശാച് തന്ത്രവുമായി കടന്നു വരുമ്പോൾ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രനായ ക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചു എന്നുള്ള സത്യം ഉൾക്കൊണ്ട് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ലൈവിനെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവി. കഴിയുമെങ്കിൽ വൃതന്മാരെയും തകർത്ത് കളയുവാൻ, ആരെയും വിഴുങ്ങേണ്ടുവെന്ന് ഊടാടി അലറിക്കൊണ്ട് നടക്കുന്ന സിംഹം പോലെ പിശാച് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവൻ ഒരുക്കുന്ന കണിക്കകത്ത്, അവൻ കുഴിക്കുന്ന കുഴിക്കകത്ത് അകപ്പെട്ടു പോകാതെ കാലിനെ വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുവാൻ കൃപ ലഭിച്ച ദൈവജനം ഇന്ന് രാത്രി നമ്മയോടെ ദൈവത്തെ സ്തുതിക്കുക. ഇന്നലകളിൽ ശത്രു കുരുക്കിയ കുരുക്കിനകത്ത് അകപ്പെട്ട് നീ മണ്ണോട് മണ്ണാകാതെ അത് കുഴഞ്ഞ ചേറ്റിൽ കിടന്ന ഭക്തന്റെ കരം പിടിച്ചുയർത്തി നിർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തയുടെ കരം ഇന്നലകളിൽ നിന്നെ പിടിച്ചുയർത്തിയെങ്കിൽ ഇന്ന് രാത്രി നീ മൗനമായി ഇരിക്കരുത്. അവൻ ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകട്ടെ. വചനം പറയുന്നു, ഇത് ദുഷ്കാലമാണ്. തലമുറകളെ വേട്ടയാടി, തലമുറകളെ പതിയിരുന്ന് ചതിക്കുഴിയിൽ വലിച്ചിട്ട് തകർക്കാൻ ദുഷ്ട പിശാച് ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ, അതേ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധി തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന മാതാപിതാക്കളെ ഈ ദുഷ്ട ലോകത്ത്, ദുഷ്ട സമയത്ത് തലമുറ നാശത്തിലേക്ക് അകപ്പെട്ടു പോകാതിരിക്കുവാൻ, വെട്ടിപ്പിടിക്കുവാൻ ഓടുന്ന വ്യഗ്രതയിൽ അനേകര് കൈവിട്ടു പോകുമ്പോൾ, അനേകര് തകർന്നു പോകുമ്പോൾ, തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ സ്വർഗത്തിന്റെ ദൈവത്തിലെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കാൻ തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന മാതാപിതാക്കളെ, ഇത് ദുഷ്കാലമാകയാ. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ഓർത്തു കരയുവിനെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ വചനമേറ്റെടുത്ത് കരയുന്ന മാതാവേ, ഹന്നയുടെ കണ്ണുനീര് തലമുറ വന്നിട്ടല്ല, തലമുറ വരുന്നതിന് മുന്നമേ അവൾ കരയാൻ തുടങ്ങി. അവളുടെ കണ്ണുനീര് വൃഥാവായില്ല. ദുഷ്ട ലോകത്ത്, തകർക്കുന്ന ലോകത്ത് അവരുടെ നടുവിൽ ഒരു അഭിഷേകമുള്ള തലമുറയായി അന്നയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറയെ നയിപ്പാൻ ദൈവം ശക്തനായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അതേ വിവാഹം കഴിക്കുന്നതിന് മുന്നമേ അതെ നീ കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയാ. ഈ ദുഷ്ട ലോകത്ത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത് കണ്ട, അതെ നിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട, കരമടിച്ച് മഹത്വം കൊടുത്ത നിത്യതയിൽ അതേ എത്തുമ്പോൾ വലിയ പ്രതിഫലം വാങ്ങത്തക്ക വിധത്തിൽ, കുടുംബമായി സഞ്ചരിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അതെ, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവേ. അതെ, ഇന്നലകളിൽ നാം കണ്ടതോ, ഇന്നലകളിൽ നാം അഭിമുഖീകരിച്ചതോ, ഇന്നലകളിൽ നാം കേട്ടതോ ആയ കാര്യമല്ല ഇനി നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുവാൻ പോകുന്നത്, വെളിപ്പെടുവാൻ പോകുന്നത്. എന്താണ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളുടെ മുമ്പിൽ സംഭവിക്കുവാൻ പോകുന്നതെന്ന് ലോകത്തിൽ ആർക്കും മുൻകൂട്ടി പറയുവാൻ കഴിയാതായിരിക്കുമ്പോൾ, നിന്റെ ഭാവി എന്താകുമെന്ന് അറിയുന്നവൻ, നീ ജനിക്കുന്നതിന് മുമ്പേ നിന്റെ ഭാവി എന്താകുമെന്ന് തീരുമാനിച്ചവൻ, അവൻ ദുഷ്ടന്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കാതെ തമ്പുരാന്റെ പദ്ധതിയുടെ ഭാഗമായി വിട്ടു പോകുവാൻ മണിക്കൂറുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനു മുമ്പ് ഈ സന്ദേശം നീ നാളിതുവരെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ, അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, പാപിയായി എന്നെ രക്ഷിപ്പാനാണ് അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന് ഞാൻ അറിയുവാൻ വൈകി. ഇന്ന് രാത്രി നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി സമർപ്പിക്കുമെങ്കിൽ നിശ്ചയമായും സൗജന്യമായ ആ രക്ഷ, ആ സമാധാനം, ആ സന്തോഷം താങ്കൾക്കും അനുഭവിക്കുവാൻ കഴിയും. എഴുന്നേറ്റ് പ്രകാശിക്ക. എഴുന്നേൽക്കുവാൻ കഴിയാതെ സുന്ദരമെന്ന അതേ ദേവാലയത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ, അതെ
ദേവാലയ ഗോപുരത്തിന് മുമ്പിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ഒരു മുടന്തനെ സത്യവേദ പുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. ആമേൻ. പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ആമേൻ പ്രാർത്ഥനാ മനുഷ്യരായ ആമേൻ ദൈവവുമായി അഭേദ്യ ബന്ധമുള്ള കടൽക്കരയിൽ മീൻ പിടിച്ച് അത് ഉപജീവന മാർഗത്തിനു വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരുന്ന ആമേൻ പത്രോസിന്റെ കാതിൽ ആമേൻ കേൾക്കത്തക്ക വിധത്തിൽ യേശു ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ, മനസ്സാന്തരപ്പെട്ട് എല്ലാവരും സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഹല്ലേലൂയ. നരഭോജിയെ നരസ്നേഹിയാക്കി മാറ്റുന്ന യേശുവിന്റെ ആമേൻ വചനം, ഹല്ലേലൂയ, സർവശക്തനായ ദൈവത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ വന്ന കർത്താവായ യേശു ക്രിസ്തു ആമേൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ സന്ദേശം പത്രോസിന്റെ കാതുകളിൽ മുഴങ്ങി. ഹല്ലേലൂയ. അവൻ കേട്ടത് ആമേൻ അതെ അവൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. അങ്ങനെ യേശുവിനെ അനുഗമിച്ച ആ പത്രോസ് ഹല്ലേലൂയ തന്റെ വീട്ടിൽ ആമേൻ അത് യേശുവിന് ആമേൻ ആമേൻ ചെല്ലുവാനുള്ള അവസരം ഒരുക്കി. ആ സമയത്ത് തന്റെ അമ്മായിമ്മ പനി പിടിച്ചു കിടക്കുകയായിരുന്നു. ആമേൻ. പനി പിടിച്ചു കിടക്കുന്ന അമ്മായിമ്മ നിമിത്തം പത്രോസ് ആമേൻ നിരാശപ്പെടുവാൻ ദൈവം അനുവദിച്ചില്ല. തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ അമ്മായിമ്മയുടെ പനിയെ ശാസിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച ആമേൻ അതെ പത്രോസ് ഹല്ലേലൂയ ആമേൻ അതെ അന്ധകാരത്തിൽ കിടന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നുവെന്നുള്ള ആ അറിവ് ഉള്ളവരായി ഈ ഭൂമിയിൽ അവനെ അനുഗമിക്കുന്ന ഓരോ ദൈവമക്കളും ആയിരിക്കണമെന്ന് ആത്മാവിൽ അതെ പ്രബോധിപ്പിക്കുകയുണ്ടായി. ഇന്ന് രാത്രി അന്ധകാര നിബിഡമായ ലോകത്ത് അനേകര് കണ്ണുനീരിലും ദുഃഖത്തിലുമായിരിക്കുമ്പോൾ പ്രകാശമായി ജ്വലിക്കത്തക്ക വിധത്തിൽ എന്നെയും നിങ്ങളെ വിളിച്ച് വേർതിരിച്ച സർവകൃപാലുവായ ദൈവത്തിന് കരമടിച്ച് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അതെ, സുന്ദരമെന്ന ആ ദേവാലയ ആമേൻ ഗോപുരത്തിന്റെ മുമ്പിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന ആ യാചകനെ പത്രോസ് ഹല്ലേലൂയ അതെ തുറിച്ചു നോക്കി. ഹല്ലേലൂയ. അവര് പരസ്പരം നോക്കി. ഹല്ലേലൂയ. ആമേൻ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നസ്രനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ നിനക്ക് തരുന്നുവെന്ന് പറഞ്ഞ് അവന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുകയുണ്ടായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവിടെയും ഇവിടെയും ഒതുങ്ങിയിരിക്കുന്ന തളർന്നിരിക്കുന്ന വ്യക്തികളെ എഴുന്നേൽപ്പിക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ അഭിഷേകം ഹല്ലേലൂയ വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. ഹല്ലേലൂയ. പ്രത്യാശ നൽകുന്ന അതേ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി തളർന്നിരിക്കുന്ന നിന്നെ, ക്ഷീണിച്ചിരിക്കുന്ന നിന്നെ, മതി എന്ന് പറഞ്ഞ് എന്റെ പ്രാണനെ അങ്ങ് എടുത്തു എന്ന് പറഞ്ഞ ഭക്തനെ പോലും എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അത് ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ചു കൊണ്ടിരുന്ന കുടുംബത്തിന്റെ ചിന്താഗതിയെ മാറ്റി വീണ്ടും ജീവിക്കുവാൻ തക്കവണ്ണം അവസരമൊരുക്കിയ സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ അതെ ഭീഷണിയുടെ മുമ്പിൽ അതെ തകർക്കുമെന്ന് ആമേൻ വെല്ലുവിളിയുടെ മുമ്പിൽ ഹല്ലേലൂയ ജയത്തോടെ അത് ഒരുക്കിയിട്ട് സിംഹാസനത്തിൽ ഇരുന്ന് വാഴുവാൻ അനുവദിച്ച ദൈവം ഇന്ന് രാത്രി കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ആമേൻ. അതേ സന്തോഷിച്ചിട്ട് നാളുകളായില്ലേ, കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, നിരാശപ്പെട്ടിരിക്കുകയല്ലേ, അതേ മാസങ്ങൾ എണ്ണി ദിവസങ്ങൾ എണ്ണി ആമേൻ. എന്നാൽ 2020 ആണ്ടിന്റെ അവസാന നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താങ്കളോട് പറയുകയാണ്, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഹല്ലേലൂയ. അതെ, ഒരു പശുക്കിടാവ് ആമേൻ അതെ ലോകത്തിലേക്ക് ജനിച്ച് വീണ് കഴിയുമ്പോൾ എങ്ങനെ തുള്ളിച്ചാടി സന്തോഷിക്കുമോ ആ നില ഒന്ന് ഭാവനയെ കണ്ടു നോക്ക്. ദൈവം നമ്മുടെ വിഷയത്തിനകത്ത് ഇടപെട്ട് നീക്കുപോക്ക് നൽകി കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി അതെ വന്നു കഴിഞ്ഞാൽ, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുത്താൽ, അതെ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത നിലയിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അതെ ദൈവ പൈതലിന് അനുകൂലമായി ചലിക്കും. ഹല്ലേലൂയ. അതെ ആമേൻ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. നാം വായിച്ച കുറിവാക്യം ആമേൻ ഇങ്ങനെയാ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ആത്മീയമായി മരിച്ചിരിക്കുന്ന ജനതയെ നോക്കിക്കൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് തുറന്നെഴുതി മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ദൈവ പൈതലേ,
ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് ഭൂമിയിലാക്കി വെച്ച മനുഷ്യനെ ദൈവം കൂട്ടി ഏദൻ തോട്ടത്തിലാക്കി. അവിടെ ആക്കിയപ്പോൾ ദൈവം ഒരു വ്യവസ്ഥ പറഞ്ഞിരുന്നു. ആ വ്യവസ്ഥ പ്രകാരം ജീവിക്കുവാൻ ആക്കി വെച്ച ആ കുടുംബത്തെ വ്യവസ്ഥയിൽ നിന്ന് തെറ്റിച്ച് തള്ളിയിട്ട ദുഷ്ടപിശാച നിമിത്തം കണ്ണുനീരും ദുഃഖവും അതേ നിരാശയും അനുഭവിച്ചു കഴിയുന്ന ആ കുടുംബത്തെ സന്ദർശിക്കുവാൻ ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാതെ അവർ ആത്മീയമായി മരിച്ച് ആ സന്തോഷം നഷ്ടപ്പെട്ട് അവര് ലജ്ജിച്ച് അത് തല കുമ്പിട്ട് അത് മാറിയിരിക്കുകയാ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായ അനുഭവം പറയുവാനുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, കൂട്ടായ്മ കൂടുവാൻ കഴിയാത്ത നിലകളിൽ നിന്നെ തള്ളിയിട്ട് നിന്നെ പാപം ചെയ്യിപ്പിച്ച് ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റി ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ നിന്നെ ഒതുക്കിയ ദുഷ്ടപിശാചിന്റെ കരവലയത്തിനകത്ത് നിന്ന് ഈ 2020 കഴിയുന്നതിന് മുന്നമേ നിന്നെ എഴുന്നേൽപ്പിച്ച് ഈ 2021 നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്നുവെങ്കിൽ അത് സന്തോഷത്തിന്റെ ദിനങ്ങളായി, സന്തോഷത്തിന്റെ ആഴ്ചകളായി, മാസങ്ങളായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി നീ മരിച്ചവരുടെ ഇടയിൽ, ആത്മീയമായി മരിച്ചിരിക്കുന്നവരുടെ ഇടയിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി അവിടെ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ, അതേ പാപത്തിലും അന്ധകാരത്തിലും ജീവിക്കുന്നവർ ആത്മീയമായി ഉറങ്ങുന്നവരും മരിച്ചവരുമാണ്. ഹല്ലേലൂയ. പാപ സ്വഭാവങ്ങളുള്ള, ദുഷ്ടതയുള്ള, ചതിയുള്ള, വഞ്ചനയുള്ള ലോകത്ത് ദൈവമക്കളെ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ അവരിൽ ഒരുവരെ പോലെ ഞാനും നിങ്ങളുമായി തീരുവാൻ, ഒതുങ്ങിത്തീരുവാൻ പിശാച് കണിഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അവരിൽ ഒരാളായി ഒതുങ്ങിത്തീരാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കുവാൻ, അത് ദൈവസഭയിൽ ആക്കിയിരിക്കുന്ന ദൈവമക്കളെ കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാചിന്റെ അതേ കരവലയത്തിനകത്ത് അകപ്പെട്ട് തകർന്നു പോകാതിരിക്കേണ്ടതിന് ലോകാവസാനത്തോളം എല്ലാ നാളും കൂടിയിരിക്കാമെന്ന് വാക്കു പറഞ്ഞ നല്ല കർത്താവിന്റെ മകനീയ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ച് ക്രിസ്തുവിന്റെ വെളിച്ചം തന്റെ ജനത്തിലൂടെ ലോകത്തിൽ പ്രകാശിക്കുവാൻ. ഹല്ലേലൂയ. ആത്മീയമായി മരിച്ചവരും ഉറങ്ങുന്നവരും എഴുന്നേൽക്കുകയും ക്രിസ്തുവിലേക്ക് വരികയും ചെയ്യത്തക്ക വിധത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രിയിലും പകരപ്പെടുന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നീ കേൾക്കുന്ന വചനം അത് റീമയായി, വെളിപ്പാടായി, അതെ ജീവിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമായി നിന്റെ പാതുകളിൽ അത് വരുമ്പോൾ അതെ നിന്നെ ചലിപ്പിക്കുവാൻ ഉതകുന്ന ജീവന്റെ വചനം അസ്ഥികളെ മച്ചകളെ വേർപിരിക്കും വരെ അതെ തുളച്ചു ചെല്ലുന്ന ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം നിന്നെ ബന്ധിച്ചിരിക്കുന്ന മുഖത്തിന്റെ അമ്മിക്കയറുകളെ പൊട്ടിച്ച് അതെ നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഉതകുന്നതാകിയ ഇന്ന് രാത്രി പാതാള ഗോപുരങ്ങൾ ജയിക്കാൻ കഴിയാത്ത വിധത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ദൈവസഭ. ഹല്ലേലൂയ. അതെ പാതാള ഗോപുരങ്ങൾ അതെ ജയിക്കത്തില്ല. കാരണം എന്താ? ഞാൻ ആണ്, എന്റെ സഭയാണ് ഈ സഭയുടെ അംഗമായിരിക്കുന്ന ദൈവമക്കളെ. 2020 കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും നിരാശയുടെയും ദിനങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി അനേകർക്ക് അനുഭവപ്പെട്ടപ്പോൾ അവിടെയായിരുന്ന ദൈവമക്കളെ ദൈവം തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴെ മറയ്ക്കുന്നത് പോലെ, കഴുകൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ വഹിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം ആമേൻ ഇന്നലകളിൽ അനുഭവിച്ചവർ ആ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആമേൻ നാം വായിച്ച കുറിവാക്യം ആമേൻ റോമാലേഖനം അതേ 5-ാം അധ്യായം ആമേൻ അതിന്റെ 15-ാം വാക്യം ആമേൻ എന്തായിരുന്നു നമുക്ക് കാണുവാൻ കഴിഞ്ഞത്? ഒന്ന് വായിക്കാമോ? ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം. ഹല്ലേലൂയ. ആകയാൽ സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ടല്ല, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ആകയാൽ സൂക്ഷ്മത്തോടെ, അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇന്നലകളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ അജ്ഞാനമായി നടന്ന് ആമീൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുമ്പോട്ട് പോകണം ആമീൻ പരിജ്ഞാനം പ്രാപിക്കാത്തത് കൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്നു.
ആമേൻ. ദൈവിക പരിജ്ഞാനം ഇല്ലാഞ്ഞതുകൊണ്ട് നശിച്ചു പോയപ്പോൾ ഹല്ലേലൂയ ഇനിയുള്ള നാളുകൾ പരിജ്ഞാനത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെടുന്ന ദൈവമക്കൾ ഹല്ലേലൂയ ഇനിയുള്ള ദിവസങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട്, നമ്മുടെ കൂടപ്പുറപ്പിനോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരോട് ഹല്ലേലൂയ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ എന്ത് ചെയ്യണം? പെരുമാറണം. ഹല്ലേലൂയ. നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ യേശു ജീവിക്കുന്നുവെന്ന് അനേകരെ ഗ്രഹിക്കത്തക്ക വിധത്തിൽ, അനേകര് മനസ്സിലാക്കത്തക്ക വിധത്തിൽ ആയിരിക്കണം നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ അനുഗമിച്ച തന്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പ്രാവിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ 2020 ആമേൻ നമ്മൾ ആയിരുന്നത് പോലെ ആകാതെ അതിൽ നിന്നും വ്യത്യസ്തമായി ദൈവകൃപയിൽ ശരണപ്പെട്ട് നമ്മുടെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ മണിക്കൂറുകൾ മാത്രം ശേഷിച്ചിരിക്കുമ്പോൾ ഒരാകേറിയ സമർപ്പണത്തിൽ കർത്താവെ പുതിയ ഒരു സൃഷ്ടി എന്ന പോലെ ഈ 2021 ഞങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ 2021 കർത്താവെ നിന്റെ നാമ മഹത്വത്തിനായി ജീവിക്കുവാൻ അവിടുത്തെ കൃപയിലും അവിടുത്തെ ബലത്തിലും അവിടുത്തെ ആത്മാവിലും പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി ജീവിക്കുവാൻ അവിടുത്തെ കൃപ പകരണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും. അത് യേശു കർത്താവിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് ജീവിക്കുവാൻ അത് ഇറങ്ങി വന്ന ശിഷ്യന്മാരെ പുതിയ നിയമത്തിന്റെ ദൗത്യവുമായി, പുതിയ നിയമത്തിന്റെ വക്താക്കളായി ലോകത്തിലേക്ക് അയച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഈ പരിജ്ഞാനമില്ലാതെ, ഈ കൃപയില്ലാതെ ഈ ലോകത്ത് ഇത് ദുഷ്കാലമാകയ ഇവിടെ ദൈവമക്കൾക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇതുപോലെ വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതെ കൊലയും ചതിയും വഞ്ചനയും അന്യായവും അനീതിയും കൊടികുത്തി വാഴുന്ന ഈ ദുഷ്ടലോകത്ത് ദൈവമക്കളെ ജീവിക്കണമെങ്കിൽ ഉയരത്തിലെ കൃപയും ഉയരത്തിലെ ജ്ഞാനവും ഉയരത്തിലെ അഭിഷേകവും വേണം. ഇതിനേക്കാൾ ഉപരി ലോകത്തിൽ ഇനിയും വെട്ടിപ്പിടിക്കണമെന്നുള്ള വ്യഗ്രതയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടത്തിനിടയിൽ അനേകരും തകർന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി പിന്നെയും വെട്ടിപ്പിടിക്കണമെന്നുള്ള വ്യഗ്രത വേണ്ടെന്നല്ല, ആമേൻ, അന്നെന്നുള്ളത് വേണം. ഹല്ലേലൂയ. നീതിയും രാജ്യവും അന്വേഷിച്ചുകൊണ്ട് ആമേൻ ആ നിത്യതയിൽ എത്തുവാൻ ഉതകുന്ന ജീവവചനം അതേ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ദൈവത്തെ ഭയപ്പെടുവാൻ തയ്യാറായ നിശ്ചയമായും നാം കേട്ടതുപോലെ എഴുന്നേറ്റ് പ്രകാശിക്കുവാനും ഹല്ലേലൂയ ആ പശു ആമേൻ തൊഴുത്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന പശു കിടാക്കളെ പോലെ തുള്ളിച്ചാടുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. എങ്ങനെ ജീവിക്കണമെന്ന് അറിയുന്നില്ലെങ്കിൽ, എപ്രകാരമാണ് മുൻപോട്ട് കാര്യങ്ങൾ നീക്കേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ, തലമുറയെ എങ്ങനെ വളർത്തണം, അവരുടെ ഭാവി എങ്ങനെ ആയിരിക്കണം, ജീവിതത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിനകത്ത് നിന്ന് എങ്ങനെ കരകയറണമെന്ന് അറിയാത്ത വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് ജ്ഞാനം നൽകുന്ന, നിനക്ക് ബുദ്ധി നൽകുന്ന, നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന സിട്ടാവാൻ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ അതെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അറിഞ്ഞ് ജീവിക്കുവാൻ തയ്യാറാകുക. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്. ഹല്ലേലൂയ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ
ഹല്ലേലൂയ. അലയുന്ന കടൽത്തരിക്ക് സമനാണ്. ഹല്ലേലൂയ. നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും അവതാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. ഹല്ലേലൂയ. അതെ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവനായ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണെന്നുള്ള അനവധി നിരവധി തിരുവചന സത്യങ്ങൾ സത്യ വേദപുസ്തകത്തിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശ്രോതാവെ, വായിക്കാൻ കൊള്ളാവുന്ന, വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് സത്യ വേദ പുസ്തകം മാത്രമാണ്. തെറ്റിദ്ധാരണയുടെ ലോകത്ത് ഇത് മതത്തിന് വേണ്ടി എഴുതി ഉണ്ടാക്കിയതാ, ഇത് ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രം എഴുതി ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണെന്ന് പുച്ഛിച്ച് തള്ളുന്നവര് തിരിച്ചറിയണം. ഇന്ന് ലോകത്തിൽ കണ്ടുപിടിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ എല്ലാം അതിന്റെ ഉത്ഭവം സത്യ വേദ പുസ്തകത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും സത്യ വേദ പുസ്തകത്തിനകത്ത് മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ എഴുതാത്ത ഒന്നും ഈ ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഇന്നലകളിൽ അത് സംഭവിച്ചതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി മേലാൽ സംഭവിക്കുവാൻ ഇരിക്കുന്നതുമായ അനവധി തിരുവഴുത്തുകൾ സത്യവേദ പുസ്തകത്തിനകത്തുണ്ട്. ഈ ഭൂമി എങ്ങനെ ഉണ്ടായി, ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ഈ ഭൂമിയിൽ മനുഷ്യന്റെ നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന മനോഹരമായ പ്രകൃതിയിലെ അത് സസ്യജാലങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവ് മനുഷ്യന് നൽകിത്തരുന്ന ഏക ഗ്രന്ഥം സത്യവേദ പുസ്തകമാണ്. ഹല്ലേലൂയ. ഇവിടെ പകർച്ചവ്യാധികളും മനുഷ്യന് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ വർദ്ധിച്ചു വരും. മനുഷ്യർ വമ്പ് പറയുന്നവരും അതെ സ്നേഹികളും അതെ അഹങ്കാരികളും എല്ലാം ആകുന്ന ഒരു കാലം സംഭവിക്കും. അത് സംഭവിക്കുമ്പോൾ ഓർത്തോണം, കർത്താവിന്റെ മടങ്ങി വരവ് അടുത്തു എന്നുള്ളത്. ഹല്ലേലൂയ. ലോക ചരിത്രത്തെ രണ്ടായി തിരിച്ച് BC എന്നും AD എന്നും രണ്ടായി ചരിത്രത്തെ തിരിച്ച ചരിത്ര പുരുഷനായ യേശു ക്രിസ്തു ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് അപ്പുറം ഈ ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായി ജനിച്ചു എന്നുള്ള സത്യം നിഷേധിക്കുവാൻ കഴിയാതെ നിരീശ്വരവാദികൾ പോലും മൗനം പാലിച്ച് ശാസ്ത്രജ്ഞന്മാർ പോലും അതിന്റെ മുമ്പിൽ മൗനം പാലിച്ച് അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, എന്നാൽ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയുമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത നല്ല ദൈവം നേരായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ വഴി വെളിപ്പെടുത്തിയ സ്വർഗീയ പിതാവിന്റെ പുത്രനായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു ദൈവ പൈതൽ ലജ്ജിച്ചു പോകാതെ തലയുയർത്തി ജീവിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ ഇന്ന് രാത്രിയിലും അനുഭവിക്കാൻ ഇടയായിത്തീരുന്നവർ കേൾവിക്കാരെ പോലിരിക്കാതെ കാഴ്ചക്കാരെ പോലിരിക്കാതെ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. ആമേൻ. 2-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരക്ക് സമൻ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവവൈദ്യനായി ജീവിക്കുന്നവർ സത്യ വേദ പുസ്തകം വിശ്വസിക്കണം. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കണം. അങ്ങനെയല്ലാത്തവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമനാണ്. ഹല്ലേലൂയ. ആമേൻ. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കൽക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ പാപത്തിൽ ഉറങ്ങി മരിച്ചുകൊണ്ടുമിരിക്കുന്നു. അന്ധകാരത്തിൽ വിശ്വാസികളുടെ അന്ധകാരത്തിൽ വിശ്വാസികളിലൂടെ ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിക്കുന്ന രീതിയിൽ അവർ ജീവിക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല്, സ്നാനപ്പെട്ട ഒരു ദൈവ പൈതല്, മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കള് ഈ ഭൂമിയില് മനുഷ്യൻ പാപത്തിൽ ഉറങ്ങിയും മരിച്ചുകൊണ്ടുമിരിക്കുന്ന അന്ധകാരത്തിൽ വിശ്വാസികൾ
വാക്കുകളിലൂടെ ദൈവത്തിന്റെ വെളിച്ചം പ്രകാശിക്കുന്ന രീതിയിൽ ആമേൻ നാം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിൽ നമ്മുടെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും നാം വിനിയോഗിക്കണമെന്ന് ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് ദുഷ്കാലമായതുകൊണ്ട് പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴേ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ദുഷ്ടലോകത്ത് ആമേൻ സമാധാനം അനുഭവിക്കുവാൻ ഇടയാകണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ആമേൻ നിത്യ സമാധാനവും നിത്യ സന്തോഷവും ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. അതേ മട്ടുപ്പാവ് പോലെ കെട്ടിപ്പടുത്തുയർത്തിയ മണി സൗധങ്ങൾക്കകത്ത് നിത്യരോഗിയായി അതേ ആഹാരത്തെക്കാൾ അധികം മരുന്ന് കഴിച്ച് സമയം ചെലവഴിക്കുന്ന, ഉറക്കം വരാതെ കൊട്ടാര സദൃശ്യമായ ഭവനത്തിനകത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കഴിയുന്ന എത്രയോ ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. സ്വസ്ഥത നഷ്ടപ്പെട്ട് നെട്ടോട്ടമോടി അയ്യം വിളിക്കുന്ന അനേകരെ നിരാശരായി അതേ മരത്തിൽ നിന്നും ഇല കൊഴിഞ്ഞു വീഴുന്നത് പോലെ അനേകര് വീണുകൊണ്ടിരിക്കുമ്പോ ആമേൻ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിനെ വിശ്വസിച്ച് അവന്റെ മടങ്ങി വരവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ എടുത്തു പറയത്തക്ക വിധത്തിൽ അത് മറ്റുള്ളവരുടെ മുമ്പാകെ അത് കാണിക്കുവാൻ ഒന്നും നിന്റെ കയ്യിലില്ലെങ്കിലും അകത്ത് വിശ്വാസമുള്ള, അകത്ത് ദൈവകൃപയുള്ള വിശുദ്ധ ജീവിതം നയിക്കുന്ന നിന്നെ അനുഭവിക്കുന്ന ആ സ്വസ്ഥത, ആ സമാധാനം പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിലും അധികമാണ്. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട ആ ദാനിയേലിനെ പോലെ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ പോലെ സ്വയം സമർപ്പിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതൽ ആമേൻ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ എന്ത് ചെയ്യുന്നു? പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ അതേ പ്രശംസ അതേ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നീ ഓടിയതും നീ പ്രവർത്തിച്ചതും നീ ചെലവിട്ടതും ഒന്നും വൃഥാവായി തീരാതെ അത് നിന്റെ ജീവിതത്തിൽ ഒരു പ്രശംസയായി വെളിപ്പെട്ടു വരുന്ന ഒരു നല്ല ദിവസം അടുത്തിരിക്കുകയാണ്. ആ കർത്താവിന്റെ ആ നല്ല ദിവസം ഇവിടെ നിന്നും എടുക്കപ്പെടുവാൻ വിശുദ്ധ ജീവിതം നയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരു ക്രിസ്തുവിന് വേണ്ടി അതേ നീ സമർപ്പിക്കപ്പെട്ട നിന്റെ ഈ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെല്ലുവിളിയും ഈ കഷ്ടതയും നിന്റെ അവസാനമല്ല. ഇതിനകത്ത് നിന്ന് ഒരു ആമേൻ നീക്കുപോക്ക് ദൈവം നൽകി നിന്നെ മാനിക്കുന്ന ഒരു നല്ല ദിവസം നിന്റെ ജീവിതത്തിന് മുമ്പിൽ വെളിപ്പെട്ടു വരികയാണ്. അന്ത്യകാലത്ത് ആമേൻ ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. ഹല്ലേലൂയ. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും ആമേൻ ഓരോ ദിവസവും ആമേൻ നാം ഉണരുമ്പോൾ ഈ ലോകത്ത് നടക്കുന്ന അനീതി ആമേൻ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിയെ കുറിച്ചും ആമേൻ നാം കണ്ടുകൊണ്ടിരിക്കുകയാ, നാം കേട്ടുകൊണ്ടിരിക്കുകയാ. ഓരോ ദിവസവും മനുഷ്യന് പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ ആമേൻ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ അഭക്തി, അനീതി ആമേൻ വെളിപ്പെടുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു ആമേൻ കൊണ്ടിരിക്കുകയാ. ആ കോപം എന്റെ മേൽ, നിന്റെ മേൽ, തലമുറയുടെ മേൽ ഭവിക്കാതിരിക്കുവാൻ ഇന്ന് രാത്രി അത് യഥാസ്ഥാനപ്പെടേണ്ടവർ യഥാസ്ഥാനപ്പെടുക, മനസ്സാന്തരപ്പെടേണ്ടവർ മനസ്സാന്തരപ്പെടുക. അത് നിന്റെ സന്തതി ഗുണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇന്ന് രാത്രി തലമുറകളെ അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നിന്റെ തലമുറയെ നോക്കി ആരോ പറയുന്നു നന്നാകത്തില്ലെന്ന്. ആമേൻ. നിന്റെ തലമുറ അതേ നന്നാകത്തില്ലെന്ന്. എന്നാൽ ഇന്ന് രാത്രി നിന്നെ വിളിച്ച സ്വർഗം നിന്നോട് പറയുന്നു നിന്റെ തലമുറ അത് അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ നിമിത്തം ലോകം അനുഗ്രഹിക്കപ്പെടും.
ഹല്ലേലൂയ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഈ 2020 അതെ നമ്മെ വിട്ട് കടന്നു പോകുവാൻ ചില മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ ആത്മാവിൽ അതെ ദൈവവചനം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരയുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കൂടപ്പിറപ്പേ, നിന്റെ തലമുറയെ ഓർത്ത് നീ ആമേൻ കരയുന്നോ? നിന്റെ ജീവിത പങ്കാളിയെ ഓർത്ത് നീ കരയുന്നോ? നിന്റെ കൂടപ്പിറപ്പിനെ ഓർത്ത് നീ കരയുന്നുവോ? ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിനെ മറികടക്കാൻ ആമേൻ അതെ നിന്റെ കണ്ണുനീരിനെ ആമേൻ തുടയ്ക്കുന്നവൻ ഹല്ലേലൂയ. മരിച്ച ലാസർ നിമിത്തം അതെ നാറ്റം വമിച്ചുവെന്ന് ചിന്തിച്ചിരിക്കുന്ന സഹോദരിമാരുടെ ഭവനത്തിലേക്ക് അരുമനാഥൻ കടന്നു വന്ന് ദൈവമഹത്വം വെളിപ്പെടുത്തി മുഴുവനരിക്കുവാൻ സഹോദരനെ വിട്ടുകൊടുക്കാതെ ഉയർപ്പിച്ചവൻ ഇന്ന് രാത്രി കൂടെയുണ്ട്. ഇന്നലകളിൽ നീ ഒഴുക്കിയ കണ്ണുനീർ മറുപടി ഈ 2021 ഇനി നീ കരയുവാനല്ല, ഇനി നീ തുള്ളിച്ചാടി സന്തോഷിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവർത്തി വലിയവനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ചലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർ ആമേൻ പറഞ്ഞു കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കും. ആമേൻ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് അവൻ വിശ്വസിച്ചു. എങ്ങനെ വിശ്വസിച്ചു? അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ആമേൻ. വിടേണ്ടതിന് വിട്ടിറങ്ങി തിരിച്ച അബ്രഹാമിന്റെ ജീവിതത്തിൽ ആമേൻ വിശ്വസിക്കുവാനുള്ള സാധ്യതകളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. വാർദ്ധക്യത്തിലേക്ക് എത്തി. ആമേൻ. സാറയുടെ ശരീരം നിർജീവമായി പോയി. അതേ സഹോദരങ്ങളെ, കാലങ്ങൾ കഴിയുന്നോറും അതേ ദിവസങ്ങൾ കഴിയുന്നോറും മാസങ്ങൾ കഴിയുന്നോറും ആമേൻ നിരാശപ്പെട്ടു പോകത്തക്ക വിധത്തിൽ നീ കേട്ട വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാതിരിക്കുവാൻ ദുഷ്ടപിശാച് നിനക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാലങ്ങൾ പിന്നിട്ടാലും കേട്ട വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. കേട്ട ദൂത് കേട്ട നീ പ്രായത്തിലേക്ക് എത്തിയാലും ശരീരം നിർജീവമായാലും അതെ നിന്നെ ദൂത് കേൾപ്പിച്ച ദൈവം ക്ഷീണിക്കുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നില്ല. കാരണം അവൻ നിത്യ ദൈവമാണ്. അവനെ പോലൊരു ദൈവം വേറെയില്ല. അവന്റെ വചനം അവന്റെ പ്രവൃത്തി ചെയ്തിരിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ആ ബന്ധനമില്ലാത്ത ശക്തി കേട്ട ദൂത നീ നിവൃത്തീകരണത്തിലേക്ക് എത്തിക്കത്തക്ക വിധത്തിൽ നിന്നെ ശരീരത്തിൽ ആമേൻ ദുഷ്ടപിശാച് രോഗമിട്ട് തകർക്കാൻ നോക്കുമ്പോൾ അടിപ്പിണറുകളെ സൗഖ്യമാക്കുന്ന യേശു കർത്താവിനെ വിശ്വസിച്ചവരും അവനെ തൊട്ടവരും സൗഖ്യമായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട 12 വർഷം രക്തം വാർമൊഴുകിയ സ്ത്രീയെ സൗഖ്യമാക്കിയ യേശു കർത്താവിന്റെ വിടുതലിന്റെ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ മേലും വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച അബ്രഹാമിനെ പോലെ ആമേൻ അതേ വർഷങ്ങൾ പിന്നിട്ടേക്കാം, ശരീരം നിർജീവമായേക്കാം, അതേ പ്രായാധിക്യത്തിൽ എത്തിയേക്കാം. എന്നാൽ ഇന്ന് രാത്രി നിന്റെ പ്രായത്തെ കവിയുന്ന ആമേൻ അതേ വെല്ലുന്ന ഉയരത്തിൽ അഭിഷേകത്തിൽ ഉയരത്തിലെ ശക്തിയാ നിന്നെ നയിപ്പാൻ ദൈവശക്തരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, വാഗ്ദത്തം ആമേൻ കേട്ടവർ, ദൈവവചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുന്നവർ, അത് പ്രാർത്ഥന ഉത്സാഹമുള്ളവരായി പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ നിരന്തരം പ്രാർത്ഥിക്കുവാൻ തയ്യാറെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. ഈ 2020 എത്ര വലിയ പോരാട്ടം വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ ഞാൻ നിങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നു. ആ പോരാട്ടത്തിൽ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കാതെ നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിനക്കെതിരെ പ്രതിയോഗിയായ പിശാച് അതേ നിന്നോട് പൊരുതി നിന്നെ പരാജയപ്പെടുത്തുവാൻ അതേ ശബ്ദമുയർത്തിയപ്പോ നിനക്കെതിരെ കരുക്കൾ നീക്കിയപ്പോ ഹല്ലേലൂയ അതേ മല്ലനായ ഗോലിയാത്ത് അതേ ഒരുക്കിയിട്ടിരിക്കുന്ന സിംഹാസനത്തിലേക്ക് അതേ ദാവീദ് ചുവട് വെച്ച് കയറാതിരിക്കുവാൻ അത് എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്നുള്ള ആ വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാതിരിക്കുവാൻ ദുഷ്ടപിശാച് അവൻ കണിഞ്ഞു പരിശ്രമിക്കുമ്പോൾ അത് നിന്ദിക്കുന്നവരുടെ മുമ്പാകെ മാനിക്കുന്ന ദൈവത്തെ തിരിച്ചറിഞ്ഞ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, നീ നിന്ദിക്കുന്ന അത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഇന്ന് ഞാൻ നിന്റെ നേരെ വരികയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തം
വാഗ്ദത്തം നിറവേറ്റുവാൻ ഒരുക്കിയിട്ടിരിക്കുന്ന സിംഹാസനത്തിലേക്ക് നീ എത്തപ്പെടാതിരിക്കുവാൻ പ്രതിയോഗിയായ പിശാച് അവന്റെ ശക്തിയും അവന്റെ കഴിവും ഉപയോഗിച്ച് നിനക്കെതിരെ അതേ യുദ്ധം ചെയ്യുവാൻ സകല സന്നാഹവുമായി എഴുന്നേറ്റ് വരുമ്പോ നീ ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ച് ഒതുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് എല്ലാ നാളും കൂടെയിരിക്കാന്ന് പറഞ്ഞവൻ ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല. ആരെല്ലാം തള്ളിയാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ഒരു നാൾ ഉപേക്ഷിക്കത്തില്ലെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട. ആമേൻ. ഇപ്പോഴും പ്രതിയോഗിയാകുന്ന പിശാച് നിന്റെ മുമ്പിൽ അവന്റേതാകുന്ന പ്രവർത്തികളെ വെളിപ്പെടുത്തി നിന്നെ ഒതുക്കുവാൻ, നീ കേട്ട വാഗ്ദത്തത്തിലേക്ക് നിന്നെ എത്തിക്കാതിരിക്കുവാൻ, നിനക്കെതിരെ നിന്റെ കുടുംബത്തെ ഉപയോഗിച്ച, അതെ നിന്റെ തലമുറയെ ഉപയോഗിച്ച, നിന്റെ ജീവിത പങ്കാളിയെ ഉപയോഗിച്ച, ആമേൻ, അതെ നിന്റെ ചുറ്റുപാടുമുള്ളവരെ ഉപയോഗിച്ച നിന്നെ നിരുത്സാഹപ്പെടുത്തി നിന്നെ ഒരു മൂലയിൽ ഒതുക്കാൻ നോക്കുമ്പോ എബേസിനെ പോലെ ഇന്ന് രാത്രി നിന്റെ അതിരുകളെ ഒന്ന് വിസ്താരമാക്കണമേ എന്നുള്ള നിന്റെ പ്രാർത്ഥന അതെ ചെവിക്കൊണ്ട് നിന്റെ അതിരുകളെ വിസ്താരമാക്കുക, നിന്റെ അതിരുകളെ ഒതുക്കി അത് സർക്കിളിനകത്ത് നിന്നെ പൂട്ടി നിന്നെ നിരാശപ്പെടുത്തി മണ്ണോട് മണ്ണാക്കുക, അത് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൈശാചിക പ്രവർത്തികളെ യുഗത്തിലെ പൊട്ടിച്ചെറിഞ്ഞ് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യനായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്ന താങ്കൾക്ക് അനുകൂലമായി, വിശ്വസിക്കുന്ന സഹോദര മാതാവെ കുഞ്ഞെ അനുകൂലമായി അത് വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളാണ് നിന്റെ ജീവിതത്തിന്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി അതേ നിന്റെ നിരാശയെ അതേ മാറി സന്തോഷിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വരുവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുകയാണ്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് കർത്താവിന്റെ വരവെടുത്തു. ഇനിയും നിങ്ങൾ ബുദ്ധി ഇല്ലാത്തവരാകരുത്. ആമേൻ. ദുഷ്കാലമാകിയ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആമേൻ. അതെ, ഇനിയും ഈ ലോകത്തിൽ അനുരൂപമാകാതെ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഈ വ്യർത്ഥമായ പാരമ്പര്യത്തെ വിട്ട്, ആമേൻ, ഈ ചാർച്ചക്കാരെ വിട്ട് യഥാർത്ഥമായ ആരാധനയിലേക്ക് നീ ആമേൻ ഇറങ്ങേണ്ട സമയം അതെ അതിക്രമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതെ, ശമരിയ ആമേൻ വഷളത്വം പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ട സ്വഭാവത്തിനും ആമേൻ അവിചാരത്തിനും ആമേൻ അതെ മന്ത്രവാദത്തിനും ഒക്കെ ആമേൻ അതെ പേരുകെട്ട ശമരിയ, ആ ശമരിയിലായിരിക്കുന്ന ആമേൻ അതേ ശമരിയക്കാരി സ്ത്രീയെ യഥാർത്ഥമായ ആരാധനയിലേക്ക് ആമേൻ നയിപ്പാൻ തക്കവണ്ണം അരുമനാഥൻ അതുവഴി കടന്നുപോയി. ഇന്ന് രാത്രി സ്നേഹിത, ഈ 2020 ആമേൻ ഏതാനും നിമിഷം മാത്രം ശേഷിക്കുന്ന ഈ സമയത്ത് നിന്റെ ജീവിതത്തിൽ യേശു ആമേൻ ഇന്നും ജീവിക്കുന്നുവെന്നുള്ള സന്ദേശം കേൾക്കുവാൻ അവസരം ഒരുക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇവിടുത്തെ ബന്ധനത്തിലും ഇവിടുത്തെ ശാപത്തിലും ഇവിടുത്തെ പാരമ്പര്യത്തിനകത്തും നീ ഒതുങ്ങിത്തീരാതെ യഥാർത്ഥമായി നിന്നെ നിത്യതയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ശക്തനായ ഒരു ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളത് താങ്കളും കൂടെ അറിയണം. അതുകൊണ്ട് ആ കിണറ്റിന്റെ കരയിൽ വെള്ളം കോരുന്നെടുത്ത് അരുമനാഥൻ വന്നു നിന്നത് ഇന്ന് ജോലി സ്ഥലത്തായിരിക്കുന്ന താങ്കളോട് അല്ല, നിരാശ നിറഞ്ഞിരിക്കുന്ന നിന്റെ വീട്ടില് ആമേൻ അരുമനാഥന്റെ സന്ദേശം ഇരുന്ന് കേൾക്കത്തക്ക വിധത്തിൽ ക്രമീകരണം ഒരുക്കിയത് എന്തിനാണെന്നറിയാമോ? ഇതിനകത്ത് നിന്ന് ആമേൻ നിനക്കൊരു ധാരണമുണ്ട്. യേശു നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അതിന്റെ തെളിവാണ് ഇന്ന് രാത്രി ആമേൻ നീ ആമേൻ അതെ ആമേൻ ഹല്ലേലൂയ വില കൊടുക്കാതെ നിനക്ക് വേണ്ടി കാൽവറിയിൽ രക്തം ചിന്തിയ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം നിന്റെ കാതിൽ കേൾക്കുവാൻ ദൈവം അവസരം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആമേൻ ദൈവത്തിന് പ്രസാദമുള്ള ആമേൻ ഒരു ജീവിതം നയിപ്പാൻ സമർപ്പിക്കപ്പെടുന്നവരെ ഇന്ന് രാത്രി ദൈവം ആമേൻ പുത്തൻ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കൊണ്ടുമിടയായി തീരും. ഹല്ലേലൂയ. 85 സങ്കീർത്തനം അതിന്റെ 6ാം വാക്യം, നിന്റെ ജനം നിന്നെ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? ഹല്ലേലൂയ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? പ്രിയമുള്ളവരെ, ആനന്ദിക്കണ്ടേ? ലോകം മുഴുവൻ ഹാപ്പി ന്യൂ ഇയർ ആമേൻ 2020 പറഞ്ഞു വിട്ടിട്ട് 2021 സ്വീകരിക്കാൻ ആമേൻ എല്ലാവരും ആമേൻ ആഹ്ലാദത്തോടെ ആയിരിക്കുമ്പോൾ
സമ്പർക്കത്തിലൂടെ ആമേൻ പകരുന്ന മഹാമാരി നിമിത്തം ആർക്കും ഒന്നിച്ചു കൂടാൻ പറ്റത്തില്ല എന്ന് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തിരിക്കുക, പറഞ്ഞിരിക്കുക. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യ നമ്മുടെ വീട്ടിലുള്ളവർ ചേർന്ന് ഈ 2021 സ്വാഗതം ചെയ്യുമ്പോൾ ആമേൻ ഒരു പുത്തൻ അനുഭവത്തിൽ ജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ കൃപ ആമേൻ ഞാനും എന്റെ കുടുംബവുമോ യഹോവയെ സേവിക്കും. ആമേൻ. ഇന്ന് രാത്രി ആമേൻ എവിടെയായിരുന്നാലും കുടുംബത്തെ വിളിച്ച് ആമേൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ഒത്തൊരുമിച്ച് ഈ 2021 സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. ആമേൻ. എല്ലാവിധ ഐശ്വര്യങ്ങളും ആമേൻ സ്വർഗത്തിലെ ദൈവം നൽകട്ടെ. ഹല്ലേലൂയ. അത് നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? ഭക്തൻ തിരിച്ചറിഞ്ഞു, ഞാൻ എന്നല്ല, എന്നെ വിലയ്ക്ക് വാങ്ങിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. തന്റെ പുത്രനെ തകർത്ത് അവന്റെ രക്തം മറുവലയായി കൊടുത്ത് എന്നെ വാങ്ങിച്ച ദൈവത്തിന്റെ വകയാണ് ഞാൻ നിങ്ങൾ. ഹല്ലേലൂയ. ആ തിരിച്ചറിവുള്ളവർ മാത്രം അവൻ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മകത്വം കൊടുക്കും. അങ്ങനെ തിരിച്ചറിവുള്ളവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. അവരെ തുടർന്നുള്ള സന്ദേശം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആനന്ദിക്കുവാൻ കഴിയാതെ ശ്രദ്ധിച്ചേ, പ്രിയരായവർ ദീനമായി കിടന്നപ്പോൾ അരുമനാഥനെ അറിയിച്ചു. ഹല്ലേലൂയ. ആമേൻ. അരുമനാഥൻ വരാൻ വൈകി, ദീനം മൂർജിച്ചു. ആമേൻ. സഹോദരൻ കല്ലറയിലെത്തി. കല്ലറയിൽ അടക്കം പ്രിയരായവനാണ്. പലരും കമന്റുകൾ പറയാൻ തുടങ്ങി. ഇത്രയും കാലം യേശുവിന് വേണ്ടി അവർ ജീവിച്ചതും ലാസർ യേശുവിന് പ്രിയനായിരുന്നു. ആമേൻ. മറിയയും മാർത്തയും അവർ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചതായിരുന്നു. എന്നിട്ടും ആ കുടുംബത്തിൽ ഈ അനർത്ഥം സംഭവിച്ചല്ലോ. യഹൂദന്മാർ അതേ കയ്യിൽ കല്ലുമായി വന്ന് നിൽക്കുകയാണ്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിൽ നാളിതുവരെ ശരണപ്പെട്ട് ആയിരിക്കുന്ന ദൈവവൈതലേ, കണ്ണുനീരും ദുഃഖവും നിരാശയും ഒക്കെ നിന്റെ കുടുംബത്തിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. പലരും ഉറ്റവരും ഉടയവരും ആമേൻ പറഞ്ഞു തുടങ്ങി, കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. എന്നാൽ ഇതാ ആ ഭവനത്തിലേക്ക് ആമേൻ യേശു കർത്താവ് വരികയാണ്. അവൻ വരുന്നത് അവരുടെ കൂടെ കരഞ്ഞിട്ട് മടങ്ങിപ്പോകുവാനല്ല, അവരെ പുച്ഛിച്ച് അവരെ കുറിച്ച് ആമേൻ പലതും പറഞ്ഞ് അവരുടെ വേദനയെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ കാണുകയും അവരുടെ കണ്ണുകൾക്ക് അവിശ്വസനീയമായ രീതിയിൽ മരിച്ച നാറ്റം വമിച്ചു എന്ന് ചിന്തിച്ചിരിക്കുന്ന സഹോദരിമാർ വിശ്വസിക്കത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം അനുകൂലമായി ചലിച്ച് ഒരു ദൈവമഹത്വം വെളിപ്പെടുത്തി. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കില്ലയോ? ഈ ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിച്ച ഒരു വ്യക്തിയല്ലേ താങ്കൾ? എന്റെ സ്ഥിതി മാറുമോ? എന്റെ കുഞ്ഞിന്റെ സ്ഥിതി മാറുമോ? എന്റെ ഭർത്താവിന്റെ അവസ്ഥ മാറുമോ? എന്റെ ബിസിനസിന്റെ അവസ്ഥ, എന്റെ വിദ്യാഭ്യാസത്തിന്റെ ആമേൻ, എന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ഇന്ന് ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകുമോ എന്ന് എത്രയോ വട്ടം ആവർത്തിച്ച് ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഹല്ലേലൂയ, അത് എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഭക്തൻ പറയുക, എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. ഇതാ നിന്റെ ആമേൻ, ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു, നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. നിന്റെ ദയക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ വായിൽ നിന്നുള്ള സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. ഹല്ലേലൂയ. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു. യഹോവേ, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഇന്ന് രാത്രി മഹാകഷ്ടത്തിലായിരിക്കുകയാണോ? ഹല്ലേലൂയ. ആമേൻ. അതെ, അവിടുത്തെ ദയക്ക് തക്കവണ്ണം ആമേൻ നമ്മെ ജീവിപ്പിക്കുവാൻ ശക്തിയുള്ള സ്വർഗത്തിലെ വലിയവനായ ദൈവത്തിന്റെ ആ നീതിയുള്ള ആ കരം, ഹല്ലേലൂയ, ഇന്ന് രാത്രി വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി ചലിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ദയക്ക് തക്കവണ്ണം എന്റെ അപേക്ഷ കേൾക്കണമേ. യഹോവേ, നിന്റെ ദയപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ കരുണ വലിയതാകുന്നു, നിന്റെ ന്യായപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. നിന്റെ പ്രമാണങ്ങൾ എനിക്ക് എത്ര പ്രിയം എന്ന് കണ്ട് യഹോവേ, നിന്റെ ദയക്ക് തക്കവണ്ണം എന്നെ ജീവിപ്പിക്കണമേ. ഹല്ലേലൂയ. ഭക്തനായിരിക്കുന്ന അവസ്ഥയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ
കഴിവ് കൊണ്ടോ അവന്റെ മിടുക്ക് കൊണ്ടോ അവന്റെ കായിക ബലം കൊണ്ടോ അവന് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ലെന്ന് സമ്മതിച്ചതുകൊണ്ട് അവനെ ശക്തീകരിക്കുവാൻ, അവനെ ബലപ്പെടുത്തുവാൻ, അവനെ നയിക്കുവാൻ ശക്തനായ ദൈവത്തോട് അവൻ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ 57-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം ഇന്ന് രാത്രി ആമേൻ നാം വായിക്കുമ്പോൾ, ഇന്ന് രാത്രി ഈ ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പ് നിന്റെ പ്രവൃത്തിയെ എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് ആമേൻ പ്രാർത്ഥിക്കുവാൻ എത്ര പേർ തയ്യാറാകും? ആണ്ടുകൾ കഴിയും മുമ്പ് കർത്താവേ നിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ. വായിച്ചേ ആമേൻ. അതെ 57-ാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 15-ാം വാക്യം. വേഗം വായിച്ചു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വത നിവാസിയും പരിശുദ്ധനും എന്ന നാമമുള്ള ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിന് മനസ്താപവും ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനസ്താപവും ആമേൻ. ഇന്ന് രാത്രി ആമേൻ താഴ്മയുള്ളവനെ ആമേൻ കൈപിടിച്ചുയർത്തി മാനിക്കുന്ന സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആമേൻ. ഈ ലോകത്തിൽ ആയിരുന്ന കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലെ മരണത്തോളം തന്നെ തന്നെ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നതുകൊണ്ട് സകല നാമത്തിന് മേലായ നാമം നൽകി പിതാവായ ദൈവം തന്റെ പുത്രനെ എന്ത് ചെയ്തു? ഉയർത്തി മാനിപ്പാൻ തക്കവണ്ണം ഇടയാക്കിയത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന ഓരോരുത്തരും ആമേൻ ദൈവവചനത്തിന്റെ കീഴിൽ താണിരിക്കാമെങ്കിൽ അവൻ തക്ക സമയത്ത് ആമേൻ ഉയർത്തി മാനിക്കുമെന്ന് അനുഭവത്തിലൂടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയുണ്ടായി. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ആമേൻ ചില വേദഭാഗങ്ങൾ വായിച്ചാലും ആമേൻ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം വേഗം വായിച്ചു. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 2-ാം വാക്യം. ഇന്ന് രാത്രി നാം കേട്ടുകൊണ്ടിരിക്കുന്ന വചനം ശക്തിയായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ കൊണ്ടമിടയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും. നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ആമേൻ ക്രൂശിച്ചു. ഹല്ലേലൂയ. ആമേൻ. അതെ, അരിമത്യക്കാരനായ യോസേഫ് വില കൊടുത്ത് വാങ്ങിച്ച കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്തു. 3-ാം നാൾ പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ലോകത്തിലുള്ളവർക്ക് 2 ദിവസമേ കർത്താവിനെ ആമേൻ ഈ ഭൂമിയുടെ ഉള്ളിൽ ഒതുക്കി വെക്കാൻ കഴിഞ്ഞുള്ളൂ. ഹല്ലേലൂയ. അതും പിതാവിന്റെ സമ്മതത്തോടെ. ഹല്ലേലൂയ. ദൈവ പൈതലേ, എന്നും ഈ ലോകത്ത് നിന്നെ ഒതുക്കാൻ ദുഷ്ടപിശാചിന് കഴിയത്തില്ല. ഹല്ലേലൂയ. കാരണം ഉയർപ്പിന്റെ ശക്തിയെ ആമേൻ അതെ കൊണ്ടു നടക്കുവാൻ, ഉയർപ്പിന്റെ ശക്തിയെ വിശ്വസിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ. ഹല്ലേലൂയ. പിശാച് നിന്നെ ആമേൻ ഇല്ലാതാക്കാൻ നിന്നെ പിന്തുടർന്നാലും പിശാചിന് നിന്നെ വിട്ടുകൊടുക്കാതെ ആമേൻ ഇവിടെ നിന്ന് പുറത്തേക്ക് എടുക്കുവാൻ അധികാരമുള്ളവൻ ആമേൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ അകത്ത് വസിക്കുന്നുണ്ട്. ആമേൻ. അതുകൊണ്ട് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാ നമ്മുടെ അകത്തുള്ളത്. അതുകൊണ്ട് ഇവിടെ ഒതുങ്ങിത്തീരും, ഇവിടെ നശിക്കും, ഇവിടെ ഞാൻ പരാജയപ്പെടും എന്ന് ചിന്തിച്ച് ഒതുങ്ങിത്തീരണ്ട. ഇന്ന് രാത്രി ഈ 2020 അവസാനിക്കുമ്പോൾ ഹല്ലേലൂയ അതെ ഇതുവരെയുള്ള ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും തീർന്ന് ഒരു പുതുവർഷത്തിൽ പുത്തൻ അനുഭവത്തിൽ ജീവിക്കുവാൻ ഇടയാകേണ്ടതിന് ശേഷിക്കുന്ന മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ആമേൻ അനുദപിച്ച് യഥാസ്ഥാനപ്പെടുവാൻ. അപ്പാ എന്റെ ജീവിതത്തിലെ കുറവുകൾ നിമിത്തം അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുന്നതിന് തടസ്സമായി എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഹബക്കൂക്കിന്റെ ലേഖനം, ഹബക്കൂക്കിന്റെ പ്രവചനം, ഹല്ലേലൂയ. ഹബക്കൂക്ക് എഴുതിയ പ്രവചനം ആമേൻ 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വേഗം വായിക്കും. ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായം 2-ാം വാക്യം.
യഹോവേ, യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ടു, ഞാൻ നിന്റെ കേൾവി കേട്ടു, ഭയപ്പെട്ടുപോയി. യഹോവേ, ദൈവത്തെ കുറിച്ചുള്ള കേൾവി കേട്ടപ്പോൾ പ്രവാചകൻ പറയാ, ഞാൻ ഭയപ്പെട്ടുപോയി. ദൈവം ആരാ? സ്നേഹവാനാ. തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് ഈ ഭൂമിയിൽ ആശ്വസിച്ച മനുഷ്യനെ അനുഗ്രഹിച്ച ദൈവം. എന്നാൽ അനുസരണക്കേട് കാണിച്ചപ്പോ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആട്ടിപ്പുറത്താക്കി. അവർ തിരിച്ച് ആ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം അതെ പറിച്ച് ഹല്ലേലൂയ തിന്ന് ആമേൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ വീണ്ടും അതിനകത്തേക്ക് കയറുവാൻ കഴിയാത്ത വിധത്തിൽ ആമേൻ കെരൂബുകളെ നിർത്തി. ദൈവം തീഷ്ണതയുള്ളവനാ, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാ. ഹല്ലേലൂയ. നോക്കണമേ, ദൈവം ആദമിനെ ഹവ്വയെ ആ തോട്ടത്തിൽ നിന്ന് വെളിയിലാക്കി. ആദാമിലൂടെ ശപിക്കപ്പെട്ട ഭൂമിയിൽ നീതിമാനും നിഷ്കളങ്കരും നേരുള്ളവനുമായ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ കൊടുത്തു. കൃപ ലഭിച്ച നോഹയിലൂടെ അക്കാലത്ത് വരാൻ പോകുന്ന ന്യായവിധിയെ കുറിച്ച്, ജലപ്രളയത്തെ കുറിച്ച് ആമേൻ വെളിപ്പെടുത്തി. ആ വെളിപ്പാട് പ്രാപിച്ച ആ കാഴ്ചപ്പാടുള്ള നോഹ പെട്ടകം പണിതു. അക്കാലത്ത് നോഹ ആർക്കും ലഭിക്കാത്ത വെളിപ്പാട് പ്രാപിച്ച് പ്രസംഗിച്ചു. എന്നാൽ ആ പ്രസംഗത്തെ പുച്ഛിച്ചവരും ആ പ്രസംഗത്തെ ഉൾക്കൊള്ളാത്തവരും ഒരുപോലെ ആമേൻ പ്രളയത്തിനകത്ത് അകപ്പെട്ട് നശിച്ചു പോയപ്പോൾ ഹല്ലേലൂയ ആമേൻ തന്റെ വാക്കുകൾ അംഗീകരിക്കാത്തവരോട് കരുണ കാണിക്കാത്ത ദൈവത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനത്തിന് മാറ്റമില്ല കേട്ടോ. ആമേൻ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഇത് ദുഷ്കാലമാണ്. വമ്പ് പറയുന്നവരും ഏഷണി പറയുന്നവരും വാത്സല്യമില്ലാത്തവരും ഒക്കെ ഉണ്ടാകും. ഇത് ദുഷ്കാലമാകിയാൽ സമയം ആമേൻ തക്കത്തിൽ ഉപയോഗിക്കും. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയുവാൻ ദുഷ്ടപിശാച് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിലകപ്പെട്ട് നിത്യത നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ അത് ഉറപ്പായി ലഭിക്കേണ്ടതിന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഇടയാതെ വർഷങ്ങൾ ആമേൻ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആയുസ്സിനെ ദീർഘമാക്കുന്ന ദൈവം ആമേൻ 2021 ജീവിക്കുവാൻ നമ്മുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുമ്പോൾ ആമേൻ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നാം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അത് ഉയർന്നു പൊങ്ങി വരുമ്പോൾ കാറ്റിനെ കടലിൽ ശാന്തമാക്കിയ കർത്താവ് ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് പ്രവർത്തിച്ചതുപോലെ നമ്മോട് കൂടെ ഇരുന്ന് പ്രവർത്തിപ്പാൻ ശക്തരാണ്. ആമേൻ. ഹബക്കൂക്ക് പറയുകയാണ്, ആണ്ടുകൾ കഴിയും മുമ്പേ യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടുപോയി. ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. ആണ്ടുകൾ കഴിയും മുമ്പ് അതിനെ വെളിപ്പെടുത്തണം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ എന്റെ വാക്കുകളോട് ഉപസംഹരിക്കുകയാണ്. ഈ വർഷം തീരാ ചില മണിക്കൂറുകൾ മാത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവത്തിന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഈ വെളിപ്പാട് പ്രാപിക്കാത്ത ആരെങ്കിലും ഇനിയും ശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വെളിപ്പാട് അതെ ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തത്. ഹല്ലേലൂയ. ഈ വെളിപ്പാടോടെ ജീവിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഇതുവരെ ദൈവിക വെളിപ്പാട് പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ദൈവിക ജ്ഞാനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ, ദൈവിക പരിജ്ഞാനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ അത് പ്രാപിച്ച് ജീവിക്കുവാൻ രാത്രി ശേഷിക്കുന്ന സമയം ദൈവകരങ്ങളിൽ താണിരുന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. നിശ്ചയമായും വെളിപ്പാടോടുകൂടെ പുതുവർഷം സ്വീകരിച്ച് ജീവിപ്പാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാവരെയും സഹായിക്കും. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളം
ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങളുടെ ആമേൻ സഹോദരങ്ങൾക്ക്, കൂടപ്പുറപ്പിനും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ആമേൻ ഞങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. അതുപോലെ യൂട്യൂബിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ചാനൽ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വർഷം നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വർഷം അവസാനിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും വേദനകളും നിരാശകളും നിറഞ്ഞതായ ആമേൻ ദിനരാത്രങ്ങളായിരുന്നു. എന്നാൽ അതിന്റെ എല്ലാം നടുവിലും ജയത്തോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി ഈ രാത്രിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം വലിയേറിയ ആമേൻ ദിവസങ്ങളായിരുന്നു. എന്നാൽ പലരും അത് നഷ്ടപ്പെടുത്തി. ആമേൻ. നഷ്ടപ്പെട്ട ദിവസങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. ഇനിയുള്ള ശിഷ്ടായുസ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ ആഴമേറിയ സമർപ്പിച്ച് ഇന്ന് രാത്രി ആയിരിക്കുന്നവരെ അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ, അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കണമേ, അവിടുത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. പുതുബലത്തോടെ പുതുശക്തിയോടെ ആമേൻ ജീവിപ്പാൻ ഉതകുന്ന ഉയരത്തിൽ അഭിഷേകത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് ഒരു പുതുവർഷം പുത്തൻ അനുഭവത്തിൽ ജീവിക്കുവാൻ കർത്താവെ പുതിയ ജീവിതത്തിന് ഉടമകളായി മാറുവാൻ എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരെയും പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജോലി മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, കർത്താവെ കുടുംബ മേഖലയിൽ, ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, ഭൗതികമായി എല്ലാ നിലയിലും ഉയർച്ച പ്രാപിക്കട്ടെ. ചാടി കിടക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകത്താൽ, ഉയരത്തിലെ കൃപയാൽ, ഉയരത്തിലെ ശക്തിയാൽ ഞങ്ങളുടെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അടിയങ്ങൾക്കായി കാൽവൃത്തിവൻ വെച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോൺ, സ്നേഹതീരം പ്രയർ ഫാമിലി. നാളെ വെള്ളിയാഴ്ചയാണല്ലോ. നാളെ പകൽ 11:30 മണിക്ക് ശേഷം തത്സമയ പ്രാർത്ഥനയുമായി സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ പേജിൽ കടന്നു വരുന്നതായിരിക്കും. തത്സമയത്ത് അറിയിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തത്സമയ പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കുന്നവർ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശുഭരാത്രി.